ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധം. UDF എംപിമാരാണ് പ്രതിഷേധിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ആ വാർത്തയുടെ വിവരങ്ങൾ ചേരുന്നുണ്ട്. ബൽറാം, നേരത്തെ സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ദൃശ്യങ്ങളിലേക്ക്. സ്വർണം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ, സ്വർണം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ, ലോഹം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ, സ്വർണം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ, ലോഹം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ. ജനവിധി മാനിക്കുക, സ്വർണ്ണക്കള്ളന്മാർ കടക്കുപുറത്ത്. ബൽറാം നെടുങ്ങാടി ആ വാർത്തയുടെ ചെയ്യുന്നു. ബൽറാം, KPC അധ്യക്ഷൻ പറഞ്ഞിരുന്നു ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല, അത് ഈ പറയുന്ന കോടതി തന്നെ സംശയിക്കുന്ന മട്ടിൽ അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് ഫോർമാറ്റിലുള്ള അന്വേഷണമാണെന്ന് കോടതി തന്നെ സംശയിച്ചതാണ്. ദേശീയ തലത്തിൽ കൂടി ചർച്ചയാക്കുക എന്നത് പ്രതിപക്ഷത്തിന് ഉദ്ദേശമുണ്ടോ ബൽറാം? ഹാഷ്മി, ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഹിറ്റായ ആ പാരഡി ഗാനം പാർലമെന്റിന്റെ കവാടത്തിലും മുഴങ്ങിക്കേട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങൾ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. സ്വർണ്ണക്കൊള്ള വിഷയം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരിക എന്നത് തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഭാവി തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഒരു അനൗപചാരിക യോഗം കേരള ഹൗസിൽ ചേർന്നിരുന്നു. ആ ഒരു യോഗത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ പാർലമെന്റിന് മുന്നിൽ ഒരു പ്രതിഷേധം നടത്തും എന്ന് പ്രഖ്യാപിച്ചത്. അതിൽ ഈ പാട്ട് പാടിക്കൊണ്ടാണ് പ്രതിഷേധം നടത്തിയത്. ഒപ്പം തന്നെ ജനവിധി അംഗീകരിക്കുക, ഈ സ്വർണ്ണക്കൊള്ളക്കാരെ പുറത്താക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ പ്രതിഷേധം. കഴിഞ്ഞ ആഴ്ച തന്നെ പാർലമെന്റിലെ ശൂന്യവേളയിൽ ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള 2 MPമാർ KC വേണുഗോപാൽ ഒപ്പം തന്നെ ഹൈബി ഈഡൻ എന്നിവർ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. തുടർന്ന് സഭയിൽ ഇത് ഉന്നയിക്കാൻ തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള UDF MPമാരുടെ തീരുമാനം. ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഈ പാർലമെന്റിന്റെ സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും ആ ഘട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള UDF MPമാരിൽ ഭൂരിഭാഗവും കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട കേരളത്തിലായിരുന്നു. അതുകൊണ്ടാണ് പ്രതിഷേധം ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ആ ഘട്ടത്തിൽ നടത്താതിരുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചരണത്തിൽ ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ ഒരു പ്രചരണം ശക്തമാക്കുക, അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കുക, കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന സാഹചര്യം എത്തിക്കുക തുടങ്ങിയ ഒരു ഉദ്ദേശങ്ങളാണ് ഈ വിഷയത്തിൽ UDFനുള്ളത്. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പാർലമെന്റ് കവാടത്തിൽ സമാപിച്ചിരിക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.